നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ ലൈവിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാം, ലോസ് കുറക്കാം എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിൽ ആ അക്കുറസി അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്, അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞു, ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് ഓപ്ഷൻസ്, സ്വിംഗ് ട്രേഡേഴ്സിന് വളരെ യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ക്രിപ്റ്റോ, ഫോറക്സ്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, MCX കൊമോഡിറ്റി സെഗ്മെൻറ്റിലും നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൂർണ്ണമായിട്ട് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 9 to 12 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു മെൻറ്റർഷിപ്പ്. അതായത് ഒരിക്കലും ആ ഒരു ഗ്രൂപ്പിൽ ലൈവിൽ കോളോ ടിപ്പോ ഒന്നും പ്രതീക്ഷിക്കരുത്. അതായത് ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നല്ല അവിടെ പറയുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എൻട്രി ഏതൊക്കെ ഭാഗത്തുനിന്ന് മാർക്കറ്റ് ഏതൊക്കെ ലെവലിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ട്രേഡ് കുറക്കാം, റിവഞ്ച് ട്രേഡ് കുറക്കാം, ഒരു ഡയറക്ഷൻ അറിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഒരു മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്, മെൻ്റലി നിങ്ങൾക്ക് ഫിറ്റ് ആവാൻ പറ്റും. ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ട്, പ്രോഫിറ്റിലേക്ക് പോയിട്ട് ലോസിലേക്ക് പോവുക. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ തടയിടാനായിട്ട് ലൈവ് ഒരു ഡിസ്കഷൻ റൂം വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ലൈവ് വീഡിയോസ് മാക്സിമം കാണുക, അതിൽ എൻ്റെ ശൈലി നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലൈവ് റൂമിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നേരിട്ട് വിളിക്കുക, മെസ്സേജസ് പരമാവധി കുറക്കുക. നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പഠിപ്പിക്കുന്നതിനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും ഉള്ള എൻട്രി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആഴ്ച നല്ല രീതിയിലൊരു വീക്ക് ആവട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം. സമയം 9:08. മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. അത്ര വലിയ ഗ്യാപ്പ് അപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു 5 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. 143ൻ്റെ സി തന്നെ നോക്കാം. ഇപ്പം നിലവിലുള്ള സി തന്നെ അവിടെ കിടക്കട്ടെ. പിയിൽ 121, 97, 98, 121, 144ൻ്റെ സി വലിയ പ്രശ്നമില്ല. ഇത് രണ്ടും ഞാൻ കൂടുതലൊന്ന് പി ആണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 122ന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആവത്തുള്ളൂ. 123, 17, 10, 15, 30 മിനിറ്റാണ്. 30 മിനിറ്റിലാകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ലോ എന്തായാലും ഉണ്ടാവും.
15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ആവണം. അതായത് 125 താഴെ ക്ലോസ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വരും. 24,400 പി. അപ്പോൾ പിയിൽ 2 മിനിറ്റിൽ RSI ഓൾറെഡി അപ്പർ സൈഡാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം 125 ആ ഒരു ഭാഗത്തേക്ക് വന്നാൽ മാത്രമാണ് അതിൻ്റെ താഴെ പോകണം. അതായത് 125.65 താഴെ പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പോകാൻ പോകുന്നത് തന്നെ 136 ആയിരിക്കും ഇപ്പം നിലവിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു മിനിമം ടാർഗറ്റ് ഏകദേശം ഒന്ന് കണക്ക് കൂട്ടുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 188 ഏകദേശം ഞാനൊന്ന് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ. അതൊക്കെ മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 188, 195, 220 ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നിലവിലെ 2 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് പിയിൽ നിൽക്കുന്നത്. പിന്നെ സിയിൽ ഡൗണിലേക്കാണെന്നുള്ളൂ. ഇത് ഏത് നിമിഷവും തിരിച്ച് ഒരു ഡൈവർജൻസ് ഉണ്ടാവാം. ഇപ്പോൾ ആവറേജിങ് സിസ്റ്റം ആണെങ്കിലും ഞാൻ പി ആണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സിയിലാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു 5 പോയിൻ്റാണ് അപ്പ് കാണിക്കുന്നത്. അത് ഏകദേശം സിയിലാണെങ്കിൽ ഏതൊരു ലെവലിൽ, അതായത് 214 മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ന്യായമായിട്ടും വരാനുള്ള ഒരു ഏരിയ 236 സിയുടെ കേസിൽ. അപ്പോൾ ആ 236 എന്നുള്ള ആ ഒരു ഏരിയ കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വരാനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 242, 255 ഏരിയയിലേക്കാണ് മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ നമുക്ക് പിയിൽ തന്നെ ആദ്യമേ അങ്ങ് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. പിന്നെ രണ്ടാമത്തെ കേസ് 4 മണിക്കൂറിൽ, അതായത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് പിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താഴെ പ്രീവിയസ് ആയിട്ടൊരു പിൻബാറൊക്കെയാണ് ഫോം ചെയ്തിരിക്കുന്നത് 1, 2, 3, 4 ക്യാൻഡിലിന് മുമ്പ്. അപ്പോൾ ഇനി താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 24,000-ലേക്കായിരിക്കും ഫാൾ ആവുന്നത്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്ന. ചെറിയൊരു അപ്പാണ് നിലവിൽ കാണിച്ചിരിക്കുന്നത്. അത് 24,327 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് താഴത്തേക്ക് മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, $166 167, $168, 170. ഇപ്പോൾ ഒരു സപ്പോർട്ടിംഗ് സോണിലാണ് നിൽക്കുന്നത്. 171 എന്നുള്ളത് ഒരു സപ്പോർട്ടിംഗ് സോണാണ്. അതായത് സിയിൽ ആ ഒരു റെഡ് ലൈൻ ഉണ്ട്, അവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങ് പോരണം. എന്നാലേ മാർക്കറ്റ് ഡൗണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ.
അപ്പോൾ ആദ്യത്തെ ആ ഒരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ കഴിഞ്ഞു. മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിയിലേക്ക് കുറച്ചൊരു മൂവ്മെൻ്റ് ഉണ്ടാവും. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഏരിയയൊക്കെ 188 ആണ്. എൻ്റെ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 188ലേക്കാണ്. കാരണം RSI പിയിലേക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ RSI ഓൾറെഡി അപ്പർ സൈഡാണ്, ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തായാലും നമ്മൾ പിയിലേക്ക് തന്നെ ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 188 ആണ്. അപ്പം ആദ്യത്തെ ഒരു പോർഷൻ ട്രേഡിംഗ് എന്തായാലും കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ടാലും ഇപ്പോൾ 157 ഭാഗത്തേക്ക്, മിച്ചമുള്ളത് 157 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്തിട്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ആദ്യത്തെ സേഫായിട്ടുള്ള കുറച്ച് പോയിന്റ് ഇപ്പോൾ ലോട്ട് സൈസ് കൂട്ടിയിട്ടാണെങ്കിലും എടുത്ത് മാറുക എന്നുള്ളതാണ്. പിയിലേക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തത്. ഇവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ വരും. കാരണം ഇവിടെ റെഡ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു റെഡ് ലൈനിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയിരിക്കണേ. ഇനി നെക്സ്റ്റ് അതൊന്നും കൂടെ ഒന്ന് ബ്രേക്ക് ഔട്ട് ആയാലാണ് മാർക്കറ്റ് എന്താവുള്ളൂ, താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. കാരണം അത് ശരിക്കും ഒരു 172 വരെ ഒക്കെ വരേണ്ടതാണ്. താഴത്തോട്ട് വന്ന് 172ലേക്കൊക്കെ വരേണ്ടതാണ്. ആ 172ലേക്ക് വരുമ്പോഴായിരിക്കും മാർക്കറ്റിൽ 188ലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കൺസോൾട്ടേഷൻ ഒന്ന് ഓവർകം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഇത് ഡോജി ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇനി 170 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 188ലേക്കുള്ള അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. ഒരു ഹൈ മൂവ്മെൻറ്റിനുള്ള ആ ഒരു ഹൈവേയിലേക്ക് വണ്ടി കയറാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അതിനു മുമ്പ് ഇത് 156 ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 146ലേക്കൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് വരും. സിയിൽ ഇനി ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 200 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുള്ളൂ. അതുവരെ മാർക്കറ്റ് പി സൈഡ് തന്നെയാണ്. പിന്നെ ഇത് കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് നമുക്കവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ നടക്കുകയില്ല. ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വണ്ടി ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ടും ഹൈ ബ്രേക്ക് ചെയ്ത എഗെയിൻ മാർക്കറ്റ് മൂവ് അപ്പ് ആയിരിക്കും. സാധാരണ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ട്രേഡ് ഇങ്ങനെ വരാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ടാർഗറ്റ് എത്തട്ടെ. ഏകദേശം 169, കാരണം 169.50 ആണ്. ഏകദേശം അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടുള്ളൂ. കാരണം മാർക്കറ്റ് പിയിൽ നമ്മൾ പറഞ്ഞത് 172ലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞു. ഈ ഒരു 172ലേക്ക് ആ ഗ്രീൻ ലൈൻ ഇവിടുത്തെ റെഡ് നേരെ താഴത്തോട്ട് വന്ന് 172ൽ ടച്ച് ചെയ്തു. 172ൽ ടച്ച് ചെയ്തപ്പോൾ ഇത് നേരെ രണ്ടാമതൊന്നും കൂടെ 167ലേക്ക് മാർക്കറ്റ് മൂവ് അപ്പായി. അപ്പോൾ ഇനി മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ 170 ബ്രേക്ക് ചെയ്തിട്ട് ഇത് ക്രോസ് ഓവർ ആകുന്നവരെ സമയമുണ്ട്. ഈ റെഡൊന്നും അത്ര വലിയ റെഡൊന്നും അല്ല, താഴത്തോട്ടൊക്കെ പോയിട്ടൊക്കെ തിരിച്ചു വരാം. ഇത് ക്രോസ് ഓവർ ആകുന്നവരെ സമയമുണ്ട്. പക്ഷേ ഇനിയൊരു സേഫായിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ 170 മൂവ് ചെയ്യുമ്പോഴായിരിക്കും 188ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആദ്യം വന്നതിൻ്റെ റിജക്ഷൻ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ RSI പിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു റെസ്പെക്റ്റാണ് ആ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെഡ് വന്നാലൊന്നും നമ്മളത് വലിയ ഇതൊന്നും ആക്കി എടുക്കുന്ന പ്രശ്നങ്ങളില്ല. ഇനി സിയിൽ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ 190 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. 190 ബ്രേക്ക് ചെയ്താൽ 196ലേക്കോ 200 അല്ലെങ്കിൽ 203ലേക്കോ ആയിരിക്കും വളരെ സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇനി കിട്ടാൻ പോകുന്നത്. $155 മുതൽ 170 വരെ ആദ്യത്തെ ഒരു മൂവ്മെൻ്റാണ്. 15 പോയിൻ്റ് അവിടെ കിട്ടിയത്. മാർക്കറ്റ് സ്റ്റക്കാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് ഇല്ല, പ്രശ്നങ്ങളില്ല. കാരണം നമ്മൾ പറഞ്ഞു ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇവിടെ പറ്റില്ല. ഇവിടെ ഗ്രീനും റെഡും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം സിയിൽ 195ലേക്കുള്ള മൂവ്മെൻ്റാണ് ആ നടന്നത്.
അഗെയിൻ 195 ബ്രേക്ക് ചെയ്ത് എത്ര വരെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 194.95 വരെ അത് പോയിട്ടുള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 197, 200, 205 മാർക്കറ്റ് പോകുന്നത്. ഇപ്പോഴും ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. RSIക്ക് ചെറിയൊരു കർവ് വരുന്നുണ്ട് സിയിൽ. പിന്നെ അതിൻ്റെ ലോവർ വിക്ക് സിയിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വൺ 198. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 150 SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് എന്താണ് വീണ്ടും 136, 125 ഫാളാവും. നെക്സ്റ്റ് ക്യാൻഡിൽ എവിടം വരെ പോകും, അല്ലെങ്കിൽ ഇത് 200 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി റിജക്ഷൻ ഉള്ളത് 205 ആണ്. ഈ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് SMA വിത്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ തിരിച്ച് മുകളിലോട്ട് തന്നെ പോകും. അഗെയിൻ ഇവിടെ നിന്ന് ഡൗൺ ആവുകയാണെങ്കിൽ 136 മാർക്കറ്റ് ഫാൾ ആവുന്നത്. ഇത് ആഫ്റ്റർ SMA ബ്രേക്ക് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചു മുകളിലോട്ട് പിയിൽ വലിവ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ 200 വളരെ ഈസി ആയിട്ട് മാർക്കറ്റിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ 200 മാർക്കറ്റ് ടച്ച് ചെയ്തു. 200 മാർക്കറ്റ് ടച്ച് ചെയ്തപ്പോഴത്തേക്കും ഇപ്പുറത്ത് SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ആക്ടിവേറ്റ് ചെയ്ത് മുകളിലോട്ട് ഈ ഒരു ക്യാൻഡിലോ നെക്സ്റ്റ് ക്യാൻഡിലോ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 188 ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ എഗെയിൻ 200 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 205 മൂവ് ചെയ്യത്തുള്ളൂ. അതാണ് വലിയ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് 200 മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 200 എന്ത് ചെയ്യണം, ഒരു ലെവലപ്പായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു സേഫ് സോൺ എന്ന് പറഞ്ഞാൽ 200 ബ്രേക്ക് ചെയ്താൽ 206 ഒരു 6 പോയിന്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് റിവേഴ്സ് ആവും. നമ്മൾ പറഞ്ഞത് ഇവിടെ നേരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട്. ഇത് സപ്പോർട്ട് എടുത്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ ഇനി ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളത് 188 ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് 200 എടുത്തു. അതിനുശേഷം അത് 200 മുട്ടിയപ്പോൾ 150 എന്ത് ചെയ്തു, എൻട്രി എടുത്തു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ പറഞ്ഞ പോലെ ഇനി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും വിഷയങ്ങളിൽ ഓൾറെഡി ഒരു 10 പോയിൻറ്റിൻ്റെ മൂവ് അപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്കാൽപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ്മെൻ്റ് എടുക്കുക. ഇനി ഒരു 170 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് 165, 170 എങ്ങാനും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 162 165 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു മൂവ്മെൻറ്റ് മേളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 162 165 ട്രെയിൽ ചെയ്ത് വെക്കുക. ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കുക കുറേ നേരത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ രീതി അതാണ്. ഒരു ക്രോസ് ഓവറിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവൻ 150 നിന്നാണെങ്കിലും 162 വരെ 12 പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരു 10 ലോട്ടാണ് എടുക്കണമെങ്കിൽ നിൽക്കുന്ന ആ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ താഴെ ഒരു 5 ലോട്ട് സെല്ല് ചെയ്തിടുക. ബാക്കിയുള്ള ഒരു 5 എണ്ണം ഒരു 2 പോയിൻ്റ് കയറ്റിയിട്ട് സെല്ല് ചെയ്തിടുക. എന്നിട്ട് ഹോൾഡ് ചെയ്യുക. കാരണം ഇവിടെ 179 ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഈ ഒരു റിജക്ഷൻ ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. ഇവിടെ 179 സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഈ റിജക്ഷൻ വരുന്നത്.
ഇവിടെ ഒരു മടക്ക് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ഡോട്ടിന് താഴത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാൽ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞത്. വീണ്ടും SMA ഈ ക്രോസ് ഓവർ വന്നതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു മടക്ക് വരുന്നുണ്ട്, നമ്മൾ അലർട്ടായിട്ടിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. പിന്നെ എടുത്തിട്ട് വെറുതെ താഴത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കാര്യമില്ല, കാരണം ഇവിടം വരെ വന്നു, റിജക്ഷനായി. ഇപ്പോൾ വീണ്ടും SMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രോസ് ഓവർ ആയെന്നിട്ടുള്ളൂ, പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. ഇനി വളരെ സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിൽ ഇപ്പോഴും ഒരു ബ്രേക്ക് ഔട്ടൊന്നും ആയിട്ടില്ല. ഇത് വീണ്ടും ഇങ്ങനെ സപ്പോർട്ട് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ലക്ഷ്യം, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 188 ആണ്. അത് മിനിഞ്ഞാന്ന് തൊട്ടേ നോട്ട് ഔട്ട് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് 188. അപ്പോൾ അത് എവിടെയൊക്കെ ബ്രേക്ക് ഔട്ട് ആവുന്നോ അവിടെയൊക്കെ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് 188 എത്തിക്കാനായിട്ടാണ് നമ്മളുടെ ശ്രമം. പക്ഷേ അതിന് മുമ്പായിട്ട് സിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. സിയിൽ ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, പക്ഷെ അത് ക്രോസ് ഓവറായി ഗ്രീനിലേക്കും കൂടെ കയറണം, എന്നാലേ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ 195 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 197 ഒരു ഫേക്ക് അപ്പ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ പിയിലേക്ക് തന്നെയാണ്. ഇനി അടുത്തത് പിയിലേക്കൊരു സേഫ് സോൺ, കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ അപ്പിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല, കാരണം അവിടെ ഒരു മിച്ചം ഇട്ടിട്ടാണ് മാർക്കറ്റ് വന്നേക്കണത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും തിരിച്ച് ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരാതിരിക്കാൻ കാര്യങ്ങളില്ല. കാരണം 188 നമ്മൾ രാവിലെ തൊട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് പോകും എന്നാണ് ടെക്നിക്കലി ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എന്ത് ഡൗൺ വന്നാലും പലതവണ ഇറങ്ങിയിട്ട് കയറിയിട്ടാണെങ്കിലും നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, 188. 195 ബ്രേക്ക് ചെയ്ത് പോകാതെ സിയിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. 195 ബ്രേക്ക് ചെയ്താൽ ഒരു ഹൈ വോളിയൊക്കെ ഇനി വരും. ഇനിയിപ്പോൾ അധിക നേരമൊന്നും 9:32 ഇനി അധിക നേരമൊന്നും മാർക്കറ്റിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല, കാരണം SMA താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ 24,360 എന്നുള്ള ഒരു സപ്പോർട്ടുണ്ട് രണ്ടാമത്തെ 15 മിനിറ്റിൽ. ആ സപ്പോർട്ടിൽ മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാലാണ് മാർക്കറ്റ് 24,325 പോകുള്ളൂ. അതുവരെ ഈ കൺസോൾട്ടേഷൻ സോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അടുത്തത് 165 164 ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരണം. ഈവൻ ഒരു 157 എങ്കിലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് അപ്പ് ആയാലാണ് ഇനിയൊരു മൂവ്മെൻറ്റ് നമുക്ക് വരത്തുള്ളൂ. വരാതിരിക്കില്ല. 195 ബ്രേക്ക് ചെയ്താൽ 196.90 195 ഒക്കെ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു തവണ കൂടെ SMA മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 148 ഒരു തവണ കൂടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. കാരണം പക്ക കൺസോൾട്ടേഷൻ സോണാണ്, ഇവിടെ കൺസോൾട്ടേഷനാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ പിയിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 147 എടുത്തു വെച്ചു, അതായത് ഈ മഞ്ഞ വരയിൽ മുട്ടി. ഇപ്പോൾ 148 എടുത്തപ്പോൾ എടുത്തു വെച്ചു 150. ഉടനെ ഒരു പോയിൻ്റൊക്കെ ലോസ് വെച്ചുകൊണ്ട്, കാരണം 145 ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ഇപ്പുറത്ത് 195 ബ്രേക്ക് ചെയ്ത 196 200 203 ആ ലോസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വരാവുന്ന ലോസ് 2-3 പോയിൻ്റ് ലോസ് വരുള്ളൂ. അപ്പോൾ അത് വളരെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റേജ്. ആ സ്റ്റേജിൽ നിന്ന്
മാർക്കറ്റ് എന്ത് ചെയ്ത് റിവേഴ്സ് ചെയ്ത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ആ സ്റ്റോപ്പ് ലോസ് വീണ്ടെടുക്കാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയവും അവിടെ കാര്യമായിട്ട് വരാനില്ല. ഇപ്പോൾ 148, ഇപ്പോൾ അവിടെ എൻട്രി എടുത്തിട്ട് ഇപ്പോൾ ഒരു പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 145 താഴത്തോട്ട് ബ്രേക്കായ എന്ത് ചെയ്യും, മാർക്കറ്റ് 136 ഫാളാവും. 136 ഫാളാവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പുറത്ത് എന്ത് ചെയ്യാം, 195 മുതൽ 196, 200, 201 വരെ നമുക്കത് പ്രോഫിറ്റാക്കി എടുക്കാം. കാരണം മാർക്കറ്റ് RSIയിൽ 2 മിനിറ്റിൽ സി സൈഡിലേക്ക് കൺവേർട്ടായിട്ടാണ് നിൽക്കുന്നത്. വൺ 45 താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ്ടായി ഗുണം, നമ്മൾ പറഞ്ഞത് ആദ്യത്തെ 196.85 ഒരു 1.5 പോയിൻ്റ് അത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എന്താ 200 പോകത്തുള്ളൂ. ഇവിടെ 145 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അതാണ് 145 താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ആയാൽ മാത്രമാണ് നമ്മൾ മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് കൂടെ ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പോയിൻ്റ് ആ സ്റ്റോപ്പ് ലോസ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്കിവിടെ റീ എൻട്രി എടുക്കാം. ഇനി വീഡിയോ ഇപ്പം തന്നെ സമയം 27 മിനിറ്റായി. ഇനി ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നത് ഇത് 188 ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. എനിവേ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ കുറച്ചൊരു സ്ട്രഗിൾ വരും. വീണ്ടും റീ എൻട്രി എടുത്താലും നമുക്ക് ഇവിടെ കിട്ടും. കാരണം ഇവിടെ SMA 2 തവണ മുട്ടിയിട്ടുണ്ട്. ഇവിടെ SMA അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കൺസോൾട്ടേഷനിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വന്ന് മുട്ടാതെ ഒരു മൂവ്മെൻറ്റ് സാധാരണ അങ്ങനെ വരാറില്ല. അതിൻ്റെ സ്ട്രഗിളിങ് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വീണ്ടും എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വിചാരിച്ചു. 145 താഴത്തോട്ട് വന്നാൽ പിന്നെയുള്ള എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 136 ആണ്. അപ്പോൾ ആ സമയത്ത് എന്താവും, ഇത് 199 പോയി ടച്ച് ചെയ്യും. അല്ലെങ്കിൽ അത് മഞ്ഞ ലൈൻ താഴത്തോട്ട് വരണം. അതുവരെ ഇവിടെ ഇങ്ങനെ സ്ട്രഗിളിങ് ആയിരിക്കും. ഇതൊരു പോസിറ്റീവ് സൈനാണ് ശരിക്കും. 145 5 പോയിൻ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി നമ്മളെടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 145 താഴത്താണ്. ഒരു 5 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പിന്നെയുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ 136 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കയറി 188 പോകും. അപ്പോൾ അതൊരു 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 95 തൊട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാൻഡിൽ ഇത് താഴത്തോട്ട് വരുന്ന മുറയ്ക്ക് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം. ഒരു 192 മുതൽ 197 വരെ 5 പോയിൻ്റ് ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരേ ഒരു ലക്ഷ്യം ഉള്ളത് 188 ആണ്. അപ്പോൾ അതുവരെ എന്തൊക്കെ മാർക്കറ്റിലുണ്ടെങ്കിലും നമ്മൾ അതിനപ്പുറത്തേക്കൊരു തീരുമാനം എടുക്കൂല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ വന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ ഇത്ര നാൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിൽ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ 188 ആണ്. ദെൻ അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 195 പോകുന്നത്. ഇപ്പം എൻ്റെ ട്രേഡ് 195 വന്നു കഴിഞ്ഞാൽ പിന്നെ താഴത്തെ എവിടെയെങ്കിലും ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് 188 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് 188. അവിടെ നിന്നൊരു സ്ട്രഗിളിന് ശേഷമായിരിക്കും മാർക്കറ്റ് 195 മാർക്കറ്റ് പോകുന്നത്. അപ്പം അതിനിടയ്ക്ക് പലതവണ പല എൻട്രികൾ പല കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ സ്ഥിരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഈ ഒരു കേസിലാണ്. ഇപ്പോൾ
180 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഒരു 179 അല്ലെങ്കിൽ 180 നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ വിഷയമില്ല. എൻ്റെ ഓൾറെഡി 188 കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് 188 ബ്രേക്ക് ചെയ്താൽ എഗെയിൻ 195 നമ്മളുടെ മൂവ്മെൻറ്റ്. കാരണം സ്റ്റിൽ RSI ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടും നമ്മൾ സിയിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല. കാരണം പിയിലൊരു മൂവ്മെൻറ്റ് വരുമെന്ന് നമ്മൾ രാവിലെ തന്നെ 188 ആണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, എല്ലാവരും പഠിക്കുന്നുണ്ട്, ഞാനും പഠിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കോഴ്സിലും അവൈലബിൾ ആണ്. 1,00,000 രൂപ വരെ ഉള്ള കോഴ്സാണ്. ഞാൻ ഈ വക ഒരു കോഴ്സും പഠിക്കാതെയാണ് ഈ ഒരു ടാർഗറ്റിലേക്ക് വേണ്ടി രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന സ്ഥലത്തേക്ക് വരും. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വൈകുന്നേരം 3 മണിക്കത്തെ ലൈവിലെ ഈ ഒരു കേസ് അന്ന് ഞാൻ പറഞ്ഞതാണ്. മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് മാർക്കറ്റ് പിയിലേക്ക് വരും എന്ന് നമ്മൾ അന്നേ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളിയാഴ്ചത്തെ വൈകിട്ടത്തെ മൂവ്മെൻറ്റിൽ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. 145 ആദ്യത്തെ സെക്കൻഡ് എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ 145 തൊട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്തു, 192 ഒരു എൻട്രി നമ്മൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്തു. 192 കൺസോളേഷൻ സോണാണ്. ഞാൻ ഈ ബ്ലൂ ലൈൻ മാറ്റാം, ഞാൻ വരച്ചിട്ടാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യില്ല, അത് മാറ്റിയിട്ടുണ്ട്. നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് മിച്ചമുള്ളത് ട്രെയിൽ ചെയ്ത് വെച്ചാലും വിഷയങ്ങളില്ല. 188 ആയിട്ടുണ്ട്. 192 വളരെ സേഫായിട്ടുള്ള ഒരു എക്സിറ്റാണ്. 9:45 കൂടി അല്ലെങ്കിൽ 9:55 10 മണി, നമ്മുടെ മിക്കവാറും 10 മണിക്കാണ് നമ്മളുടെ. ഇതൊരു ഡോജി ക്യാൻഡിലാണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രീവിയസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഹൈ വോളിയത്തോടു കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ ആ വാക്വം സ്പേസ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 187, 188, 189. ഒരു 3 പോയിൻറ്റും കൂടെ, ഒരു പോയിൻ്റൊക്കെ മിച്ചം വിട്ട് കൊടുത്തെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. $183.10. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ലോവിലേക്ക് വന്നാലും ഒരു 179 ഭാഗത്തേക്കൊക്കെ വരത്തുള്ളൂ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പോകേണ്ടതാണ്. എന്താണ് പോകാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സ്ട്രഗിളുണ്ട്. ഒരുപാട് ക്യാൻഡിൽ ഇവിടെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 192 മാർക്കറ്റ് നിലവിൽ മൂവ് ചെയ്യത്തുള്ളൂ. പിന്നെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഏത് നിമിഷവും മാർക്കറ്റ് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരുന്നതാണ്. അങ്ങനെ വന്നാലും 179 മാത്രമാണ് ആ കൂടെയുള്ള ഒരു സപ്പോർട്ടിംഗ് സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 192.5 പോയിരിക്കും. വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ 188 പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഇവിടെ നിന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴത്തോട്ട് പോരും. അപ്പോൾ അവിടെ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ഥലം 179 മാത്രമേ ഉള്ളൂ. അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിലേക്ക് മാത്രമാണ് ട്രെയിൽ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 192 ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ട്രെൻഡ് കണ്ടിന്യൂഷൻ നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 215 മാർക്കറ്റ് പോകാം. നമ്മൾ ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഡൗൺ സൈഡിലേക്കാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് വരാം എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. 45, 50, ഒരു 10-47 പോയിൻ്റ് ഈസി ആയിട്ട് കോൺഫിഡൻറ്റോട് കൂടി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ പേടിച്ചിരുന്നാൽ പോയി. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവ് റൂമിലേക്ക് വരാം, പഠിക്കാം, ലൈവിൽ കൂട്ടത്തിൽ കൂടാം.
അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെയാണ് ഞാൻ വ്യൂ പറയുന്നത്. ഇത് മനസ്സിലാക്കി നമ്മൾ ഇതിൻ്റെ ലോവിലേക്ക് മാർക്കറ്റ് എന്തായാലും വരുമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇവിടുത്തെ ഹയർ വിക്കും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്. ആർക്കും സ്വാഗതം, എപ്പോൾ വേണമെങ്കിലും സ്വാഗതം. പഠിക്കാം, ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം.